കളകളമൊഴുകും പുഴകളും അരുവിയും, കളകളമൊഴുകും പുഴകളും അരുവിയും, മാമലമേലെ മഞ്ഞിൻ കൂടും കാടും കടലും കണ്ടാലാരും മോഹിക്കും. വശ്യവിലാസിനി വിശ്വവിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതക പൂരം പൊടിപൂരം, ഓളം കീറിപ്പായും ചുണ്ടനും കാടു ചേർന്നു നടക്കും വീരനും, അനന്തനുറങ്ങും മണ്ണും തിന്നി സാഗര റാണിയെ സാക്ഷാൽ കൊച്ചി. കാണാൻ എന്തൊരു ചേലാണ്, കാണാൻ എന്തൊരു ചേലാണ്, മനസ്സു നിറയ്ക്കും നാടൻ കേരളം, കേരളം മനോഹരം, കേരളം, കേരളം മനോഹരം. നമസ്കാരം. കേരളം മനോഹരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തായിട്ട് ഇങ്ങനെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാനും പരിചയപ്പെടാനും നിങ്ങളെ പരിചയപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു യാത്രയാണ് കേരളം മനോഹരം. ഇന്നത്തെ യാത്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാടുള്ള കൊല്ലങ്കോട്ടേക്കാണ്. കൊല്ലങ്കോട്ടുള്ള യാത്രയ്ക്കിടയിലാണ് ഞാൻ ഈ മനോഹരമായ ദൃശ്യം കണ്ടത്. പാലക്കാടിന് പാടവരമ്പില്ലാത്ത എന്ത് പാലക്കാടല്ലേ. ട്രാക്ടറുണ്ട്, കൊറ്റികളിങ്ങനെ പാറി പറക്കുന്നുണ്ട്, മനോഹരമായ പാടം, വിശാലമായ പാടം കണ്ടുവരാം. വിത്തെറിഞ്ഞു കൈകുഴയുമ്പോ പാടുന്നൊരു പാട്ട്, കളപറിച്ചു മെയ്കുഴയുമ്പോ പാടുന്നൊരു പാട്ട്, ഏല ഏലേല ഹ ഏല ഏലേല. പണ്ടത്തെ തമ്പ്രാക്കൾ പണ്ടെങ്ങോ പോയടി പെണ്ണാളെ, പട്ടം പറഞ്ഞവരും പിന്നെങ്ങോ പോയടി പെണ്ണാളെ, ഏല ഏലേല ഹ ഏല ഏലേല ഏല ഏലേല ഹ ഏല ഏലേല. വിളവെടുപ്പ് കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തയ്യാറെടുക്കുകയാണ് ഈ പാടവരമ്പുകൾ. നിറയെ പച്ചപ്പിങ്ങനെ വിരിച്ച പോലുണ്ട്. ഈ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ അവിടത്തേക്ക് ഇപ്പോൾ വയലൊക്കെ പോയി. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് നമ്മളിങ്ങനെ തോർത്തിൽ വെച്ചിട്ട് ഇങ്ങനെ മാനത്ത് കണ്ണി പിടിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ അവിടെയൊക്കെ വയലൊക്കെ നികത്തി അവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു, അല്ലെങ്കിൽ തെങ്ങുകൾ വെച്ച് നിരത്തി പാടങ്ങളൊക്കെ നമുക്ക് നശിച്ചു പോയി. പക്ഷേ പാലക്കാട് ആ തനിമ നിലനിർത്തുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ പാലക്കാടായി കേരളത്തിലെ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശമാകാൻ മാറിയുള്ളൊരു പ്രധാന കാരണം. പാലക്കാട് കൊല്ലങ്കോട് പാടവരമ്പത്തുകൂടി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ വലതുവശത്ത് മുഴുവൻ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള വണ്ടികളാണ് കിടക്കുന്നത്. സിനിമ ഷൂട്ടിങ് കൂടുതലും നടക്കുന്നത് പാലക്കാട് മിക്കവാറും ഷൂട്ട് നടക്കാറുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ കൊല്ലങ്കോടേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും മനോഹരമായ പാടങ്ങളും മലയും വെള്ളച്ചാട്ടവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാൻ കാണുന്നത്. ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നത് ഈ ഭാഗത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞതിൻ്റെ വൈക്കോലും മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. മറുവശത്ത് ഇങ്ങനെ ചെറുതായിട്ട് നാമ്പിട്ട് വരുന്ന തൈകൾ കതിരിൽ കാണാം. ഇതാ കാളവണ്ടി, കാളകൾ. ഞാനിവിടെ നിന്ന് ഇറങ്ങി അന്നായിരിക്കും തോന്നല്ലേ.
പാലക്കാടിൻ്റെ അല്ലെങ്കിൽ കൊല്ലങ്കോടിൻ്റെ ഈ വീതിയിലൂടെ, ഗ്രാമവീഥിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ അതായി കാണാം നിറയെ കാളവണ്ടികളുണ്ട്. വലതുവശത്ത് ഇങ്ങനെ കൊയ്ത്തൊഴിഞ്ഞ പാടം കിടപ്പുണ്ട്. അങ്ങ് അകലെ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ വീഡിയോ ആൽബം, അതായത് എനിക്ക് തോന്നുന്നത് ഈ വിവാഹം സേവ് ദ ഡേറ്റും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം വരുന്ന ദമ്പതികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ന്യൂലി മാരീഡ് കപ്പിൾസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ പെയ്ത മഴയിൽ ചെറു കുളങ്ങളായി മാറിയിരിക്കുകയാണ് ഈ പാടം വരുമ്പോൾ മുഴുവൻ. അങ്ങ് അകലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നെല്ലിയാമ്പതിയിൽ നിന്ന് അലിഞ്ഞിറങ്ങുന്നത്, അത് മേഘമാണോ പെയ്തിറങ്ങുന്നതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വളരെ സ്ലോ മോഷനിൽ വരുന്ന പോലെയാണ് അവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് കാണുന്നത്. ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഇതൊക്കെ നേരിൽ വന്ന് കണ്ട് ആസ്വദിച്ച് വേണം നിങ്ങൾ പോകാനായിട്ട്. കാരണം ഇത് ആ തനിമ, ആ നന്മ ഒക്കെ സൂക്ഷിക്കുന്ന ഒരിടമാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. വെള്ളത്തിൽ നിന്ന് ചെറുമീനെ പിടിക്കാനായിട്ട് താറാക്കൂട്ടങ്ങളിങ്ങനെ പരതി നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊറ്റുകൾ പറന്നു പോകുന്ന കാണാം. കൊയ്തൊഴിഞ്ഞ പാടത്ത് നിന്ന് കൊത്തിപ്പിറക്കാനായി വരുന്ന നെൽമണികൾക്കായി. ഈ നാട് കാണാൻ, ഈ ഗ്രാമഭംഗി ആസ്വദിക്കാനായിട്ട് നിരവധി പേർ വന്നു പോകാറുണ്ട്. വളരെ പ്രശസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിങ്ങനെ അനുദിനം. ഞാൻ ഒരു വ്ളോഗറല്ല, പക്ഷേ ഇവിടെ വന്നിറങ്ങുന്ന വ്ളോഗർമാരുടെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെയും മനോഹാരിതയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നത് വ്ളോഗേഴ്സാണ്. അപ്പോൾ അവരൊക്കെ സ്ഥിരമായി വന്നു പോകുന്നു. അവരിലൂടെ അറിവ് നേടിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലെങ്കിൽ സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ വന്ന് ഇങ്ങനെ നിറഞ്ഞ് പോവുകയാണ് ഈ നാട്ടിലൂടെ. തൊട്ടപ്പുറത്ത് വക്കോൽത്തൂർ കാണാം, നെല്ലുണക്കുന്നുണ്ട്, ഒരു ട്രാക്ടറുണ്ട്. ട്രാക്ടർ എന്ത് പറ്റി? വീൽ അഴിച്ച് മാറണം അല്ലേ? ഓ, വീല് വേണ്ടല്ലേ ഇതിന്? റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ടയറിലായിരിക്കും പോകുന്നത്. വയലിലേക്ക് ഇറങ്ങുമ്പോൾ ടയർ അഴിച്ച് മാറ്റിയിട്ട് ഈ റിമ്മ് മാത്രം മതി അല്ലേ? സൗഹൃദങ്ങളാണെങ്കിലും ജീവിതമാണെങ്കിലും നെല്ല് ഏത് പതിരേതെന്നറിയാതെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷേ അതിനെ തിരിക്കേണ്ട സമയത്ത് തിരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് അനുഭവം നമുക്കുണ്ട്. പക്ഷേ ഇവിടെ നെല്ലും പതിരും തിരിക്കുകയാണ് കൊല്ലങ്കോട്ടെ പെൺകിടാങ്ങൾ. ഓ, എനിക്ക് വയ്യ. ഇത് പക്കോട. ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോഴല്ലോ സൂപ്പർ. ഇപ്പം ഞാൻ നിൽക്കുന്നത് താമരപ്പാടത്താണ്. താമരപ്പാടത്ത് വന്നാൽ സജിതേരെ ഒരു ചായയോടെ കുടിച്ചിട്ട് പോകാം കേട്ടോ. പക്കോടയുണ്ട്, ചായയുണ്ട്, പിന്നെ ഈ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ഈ എന്താണ് ഗ്രാമീണ ഭംഗി നമ്മളിങ്ങനെ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ ഒരു ചൂട് ചായ കൂടെ കുടിച്ചാൽ അടിപൊളിയായിരിക്കും. താങ്ക് യു സജിത. കൊല്ലങ്കോട്ടെ ഗ്രാമവീഥിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചെറിയ ഇടുങ്ങിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് കൊല്ലങ്കോട്ടേക്ക് ഈ മികച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും മനോഹരമായ ഗ്രാമത്തെ കാണാനായിട്ട് കൊതിയോടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
വലിയ വാഹനങ്ങൾ വരാതിരിക്കുക. വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഈ നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ വരിക. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് വൈരവൻ. ഈ തലയെ കെട്ടിരുന്ന ഞാൻ ചേട്ടനാണ് ചെല്ലഞ്ചേട്ടൻ വിചാരിച്ചത്. ചെല്ലഞ്ചേട്ടനകത്തുണ്ടോ? ചെല്ലഞ്ചേട്ടാ അകത്തോട്ട് കയറാം. അതെ അതെ, വാ എൻ്റെ കൂടെ വാ. അപ്പോൾ എനിക്ക് ചെല്ലഞ്ചേട്ടനെ മാത്രമല്ല ചെന്താമരമ്മ അല്ലേ? ചെന്താമരാക്ഷി. എൻ്റെ അമ്മയുടെ പേര് അംബുജാക്ഷി എന്നാണ്. ഇവിടെ ആരൊക്കെ ഉണ്ട്? വേറെ വീട് ഇവിടെ തന്നെ ഇതിന്റെ പിറകിലാണോ? ഒരു 10 മീറ്റർ അപ്പുറത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് കുട്ടികളെ കെട്ടിച്ചു കൊടുത്തു, പെൺകുട്ടികളിലേക്ക്. എത്ര പേരുണ്ടായിരുന്നു? 5 പേര് പെൺകുട്ടികൾ. എങ്ങനെ ചെല്ലഞ്ചേട്ടൻ ഇത്രയും ലോക പ്രശസ്തനായി മാറിയത്? ലോക പ്രശസ്തനായി മാറിയത് തൃശ്ശൂരിലെ യൂട്യൂബ് കുട്ടികളില്ലേ? തൃശ്ശൂരിലെ യൂട്യൂബ് കുട്ടികൾ വന്ന് അവര് ഒരു പെൺകുട്ടി ആൺകുട്ടിയും വന്നിട്ട് കൊറോണ മുന്നേ, കൊറോണയ്ക്ക് മുമ്പ് വന്നെടുത്താണ്. ക്യാമറയൊക്കെ വെച്ചിട്ട് കാതിൽ മൈക്കൊക്കെ വെച്ചിട്ട് വെച്ച് സംസാരിക്കാൻ പറഞ്ഞു. എത്ര കൊല്ലമായി എന്തായി കടന്നു. അങ്ങനെ ചെല്ലഞ്ചേട്ടൻ എന്ത് പറ്റി? ലോകത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരാളായി മാറിയതല്ലേ അല്ലേ? ഭാഗത്തിനും കർണാടക, തമിഴ്നാടും ഒക്കെ വരാൻ തുടങ്ങി. ചെന്താമരാക്ഷി അമ്മയും ചെല്ലഞ്ചേട്ടനും ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ചായയുടെ ചെറുകടി എന്തെങ്കിലും? ചെറുകടി പരിപ്പോട, ഉഴുന്നോടെ. പരിപ്പോടയാണോ നല്ല ഉഴുന്നോടെയാണോ നല്ല? നല്ലത് പരിപ്പോട. പരിപ്പോട സൂപ്പർ. പരിപ്പോട ചെല്ലഞ്ചേട്ടൻ്റെ അടുത്ത് പരിപ്പോട കുടിക്കാം. പരിപ്പോട ഉണ്ടാക്കുന്ന അമ്മയാണോ? ചിന്താമരാക്ഷി അമ്മയാണോ? ആ, അടിപൊളി. അടിപൊളി ചായ കേട്ടോ, സൂപ്പർ. അതാ വാഴ ഇലയിൽ വെച്ച് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. കറക്റ്റ്. പണ്ടൊക്കെ ഇത് കിട്ടുമായിരുന്നു. ഇപ്പം നമ്മുടെ കടകളിൽ ഇത് കിട്ടില്ല. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഈ സിറ്റിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് കിട്ടൂല. ഇത് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പാലുകളാണ് അല്ലേ? അതെ, വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ കവർ പാല് കുടിച്ച് കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ വീടുകളിൽ പോയി കളക്ട് ചെയ്യും. അതെ, ഒറിജിനൽ അപ്പം കറന്നുകൊണ്ടുവരുന്ന പാലാണ്. പേരെന്താ? അനന്തൻ. അപ്പോൾ കൊല്ലംകോട്ട പാൽക്കാരൻ്റെ പേരെന്തെന്ന് അറിയാമോ? അനന്തൻ. കൊല്ലംകോട് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ 1 ലിറ്റർ പാലിന് എന്ത് വിലയുണ്ട്? 50 രൂപ. നിങ്ങൾ ചെല്ലഞ്ചേട്ടനെ കാണാൻ വന്നതാണോ? എവിടെ നിന്ന് വരുന്നത്? പാലക്കാട്. പേരെന്താ? രാഖി. അരുൺ. സുമേഷ്. നിങ്ങൾ ചെല്ലഞ്ചേട്ടനെ എങ്ങനെ കണ്ടു? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ കണ്ടാണ്. ഇപ്പോൾ ചെല്ലഞ്ചേട്ടനെ കാണാൻ വരുന്നവരുടെ ഒരു തിരക്കാണ് ഇവിടെ. എപ്പോഴും ഇങ്ങനെ ആൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും എന്താണ്, ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ പോയാലും തനിമയും നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഒരു പക്ഷേ നാനാഭാഗത്തു നിന്നും ആൾക്കാർ ചെല്ലഞ്ചേട്ടനെ കാണാൻ വരുന്നത്. ഈ ചായക്കട കാണാനും ഇവിടുത്തെ ഒരു ചായ കുടിക്കാനും ഇവിടുത്തെ പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ കഴിക്കാനും ഒക്കെയാണ്. രാവിലെ ഇഡ്ഡലി ഉണ്ടെന്ന് പറഞ്ഞു. ചെന്താമരാക്ഷി അമ്മയും ചെല്ലഞ്ചേട്ടനും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കടയാണിത്. ഒരുപാട് 65 വർഷത്തെ പഴക്കമുണ്ട് ഈ സ്ഥാപനത്തിന്. 47 വർഷത്തെ പഴക്കമുണ്ട് ഈ സ്ഥാപനത്തിന്. മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് ഈ ചായക്കട. പനയോലകളാൽ മേഞ്ഞതാണ് ഈ ചായക്കട. നന്മ നിറഞ്ഞു നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമമായി മാറാൻ കാരണം ഈ കൊല്ലംകോട്. അതിനൊരു കാരണം ഒരുപക്ഷെ ഈ ചായക്കടയായിരിക്കും. അങ്ങനെ ഇതുപോലുള്ള ഒട്ടനവധി കാഴ്ചകൾ ഈ കൊല്ലംകോട് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ നന്മ, ഇതിൻ്റെ ഇഷ്ടം, ഇതിൻ്റെ സ്നേഹം. അറിഞ്ഞായിരുന്നു അമ്മ, ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ്, 10 ഗ്രാമങ്ങളിലൊന്നാണ് ഇതൊന്ന്. അതൊക്കെ തന്നെ കാണാനുള്ളത്. അല്ല, അത് അങ്ങനെ സംഭവം വന്ന് അറിഞ്ഞായിരുന്നു അമ്മ? ഇങ്ങനെ വാർത്തയൊക്കെ വന്ന് അറിഞ്ഞായിരുന്നോ? വാർത്ത വന്നറിയാ പറഞ്ഞ സിനിമയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ദിവസം കൊടുത്തു.
പഴയ റേഷൻ കടയ്ക്ക്. ഇത് റേഷൻ കടയാണോ അമ്മയുടെ? പഴയ റേഷൻ കടയ്ക്ക് ഈ സ്ഥലമൊക്കെ ഇതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രം അരിയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് സിനിമാക്കാരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്യും. എന്നിട്ട് അവർ പഴയ പോലെ ആക്കി തന്നാ? ഓ അവർ തന്നെ ഒക്കെ അടുക്കിയൊക്കെ നേരെയാക്കി തന്നു, പൈസയും തന്നു. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ കുട്ടികൾ 5 കുട്ടികൾ വരും, ഫോട്ടോ എടുക്കും, അയച്ചു വിടും. അപ്പം ഫോട്ടോവും എൻ്റെയും ഒക്കെ എടുത്തു പോയിട്ടുണ്ട് കുട്ടികൾ. അമ്മയുടെ പേരെന്താണ്? കാർത്തിയായിനി. കാർത്തിയായനി. അപ്പുറത്തൊരു ചായക്കട ഭയങ്കര ഫേമസ് ആയല്ലോ. ഓ കൊള്ളാമോ ചായക്കട? കുഴപ്പമില്ല. കൊല്ലംകോടെത്തിയപ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ വരാതിരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായല്ലോ. കാരണം നിറയെ പേര് വന്നിങ്ങനെ സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, ചെല്ലഞ്ചേട്ടനെ പരിചയപ്പെടുന്നുണ്ട്, ചെന്താമരാക്ഷിയെ പരിചയപ്പെടുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു, കണ്ടു, ചായ കുടിച്ചു, പരിപ്പോടെ കഴിച്ചു. കൊല്ലംകോട്ടെത്തുമ്പോൾ നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു ഇടമാണ് പെരിങ്ങോട്ടുശ്ശേരി കളം. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതല്ലേ? 100-ൽ കൂടുതൽ വർഷം പഴക്കമുള്ളതാണ്. അച്ചാച്ചനും മുന്നിലത്തെ ജനറേഷനാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സാധാരണ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അല്ലേ ശേഖരിക്കുന്നത്? കൊയ്ത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് വട്ടി, കളമുറം, അങ്ങനെ കുണ്ടുമുറം എന്നൊക്കെ പറയും, അങ്ങനത്തെ സാധനങ്ങൾ, അന്ന് അതിനുപയോഗിക്കുന്ന ആയുധങ്ങൾ, അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഇതാണത്. അതാണ് ഈ കളം. കളം എന്നോട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ് പിന്നെ മെതിക്കുന്നതും ഒക്കെ ഇവിടെയാണോ? അതോ ഈ പാറപ്പുറത്തിട്ടിട്ടാണ് മെതിക്കലും നെല്ലും തിരിക്കുന്നതും എല്ലാം ഇതിലാണ്. ഉണക്കല് കഴിഞ്ഞ് എല്ലാം പ്രോസസ്സും കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് സ്റ്റോർ ചെയ്യും, അതിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് നമുക്ക് ആവശ്യമുള്ള നെല്ലും അതിനകത്ത് സൂക്ഷിച്ചു വെക്കും. നമ്മൾക്ക് അത് നെല്ല് നമ്മൾ അത് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്, ആ അരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മളത് പുഴുങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണല്ലോ. അച്ഛൻ്റെ മുത്തശ്ശിയായിട്ട്, അച്ഛൻ്റെ മുത്തശ്ശി. ഓ ശരി. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിലനിർത്താനായിട്ട് തോന്നിയത്? അത് നമ്മുടെ സംസ്കാരമല്ലേ, അത് അന്യം നിന്ന് പോവരുതല്ലോ. പല സ്ഥലങ്ങളിൽ അത് അന്യം നിന്ന് പോവല്ലേ. തീർച്ചയായും നമ്മൾ കൊല്ലംകോടിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ കാരണം, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ ഒരു കാരണം ഇത് തന്നെയാണ്. കാരണം പലയിടങ്ങളിൽ നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചൈതന്യം അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം പഴമകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളൊന്നായി ഈ കൊല്ലംകോട് മാറിയത്. അതിന് ഇവരും ഈ കളവും ഒരു കാരണമാണ് അല്ലേ? ഇത് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ ഈ കളത്തിലേക്ക് ഇപ്പോൾ ഒരുപാട് കളപ്പുര കാണാനായിട്ട് ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ ഈ കേരള മനോഹരം എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ എപ്പോഴും ഏറ്റവും മനോഹരമായ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകാറുള്ളത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മറ്റെങ്ങും കാണാത്ത, ചിലപ്പോൾ ഈ പറഞ്ഞ പലയിടങ്ങളിൽ ചില വ്യൂ പോയിന്റുകളൊക്കെ കാണും. ചിലപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും അല്ലെങ്കിൽ മല കാണാനും കുന്ന് കാണാനൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഗ്രാമീണത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ കളം ഇവിടെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷമായി തോന്നിയത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരുപാട് പേര് വന്നു പോകുമ്പോൾ അവർക്ക് ഒരു ആഹാരം കൊടുക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നതാണ്. ഇവരുടേതാണ് ഈ കളം അല്ലേ? കുടുംബമായിട്ട് അച്ഛൻ്റെ ആണ് ഈ കളം. അപ്പോൾ അദ്ദേഹം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ വരുന്നവർക്ക് ആഹാരം കൊടുക്കാനായിട്ട്. ഈ പറഞ്ഞ പോലെ അല്ല, പറഞ്ഞ പോലെ നമുക്ക് ചായക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ഇവിടുത്തെ. ചായയിൽ നമ്മൾ പഞ്ചസാരയും പാലും ഉപയോഗിക്കുന്നില്ല, വെള്ള നിറത്തിലുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല. വൈറ്റ് പോയിസൺ എന്ന് പറഞ്ഞാണ് പഞ്ചസാര, പാല്, വെളുത്ത അരി അല്ലേ? അപ്പൊ അതൊന്നും ഉപയോഗിക്കില്ല നമ്മള്. ഇല്ല, ശർക്കര, നാട്ടിച്ചക്കര എന്ന് പറയും തമിഴ്നാട്ടില്. അപ്പൊ നാട്ടിച്ചക്കര ചേർത്തിട്ട് കളപ്പുരയിലെ എന്താണ് വനിതയിൽ നിന്ന് നമ്മളൊരു ചായ കുടിക്കാൻ പോവുകയാണ്. ഒരു ചായ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലംകോട്ടാണ്. എനിക്ക് മുകളിലായി നെല്ലിയാമ്പതിയിലെ മലമടക്കുകൾ, അവിടെ നിന്ന് താഴേക്ക് പതിക്കുന്ന 7ഓളം വെള്ളച്ചാട്ടങ്ങൾ. ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു.
മഴ ഒന്ന് പെയ്ത് ഒഴിഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഞങ്ങൾ ഈ വിഷ്വൽസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാർമേഘങ്ങൾ കൊണ്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റാതായിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും വേണ്ടതൊരു ഭാഗ്യം കൂടിയാണ് കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റില്ല, ചിലർക്ക് കാണാൻ പറ്റും. ഈ വെള്ളച്ചാട്ടം ഞാനിവിടെ വരുമ്പോൾ നമുക്ക് ഈ മഴ പെയ്യുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ നമുക്കിപ്പോൾ അങ്ങ് അകലെ ഒരു വെള്ളച്ചാട്ടം, 7 വെള്ളച്ചാട്ടങ്ങൾ ഒരു വെള്ളച്ചാട്ടം, സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ് കാണുന്നത്. ഒരിക്കൽ നെല്ലിയാമ്പതിയിൽ വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയിൽ സീതാർകുണ്ട് താഴേക്ക് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് നമുക്കിവിടെ മറുവശം കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വളരെ വിശദമായ ഒരു കാഴ്ച സമ്മാനിക്കാനായിട്ട് ഞങ്ങൾ സീതാർകുണ്ടിലേക്കും ഒരു യാത്ര ചെയ്യുന്നു. കൊല്ലങ്കോട്ടെ ഗ്രാമീണ കാഴ്ചകൾ കാണാനായിട്ടാണ് വളരെ കൗതുകത്തോടെ ഇഷ്ടത്തോടെ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ പൊതുവേ നമുക്കറിയാം താരതമ്യേന മഴ കുറഞ്ഞ ഒരു സ്ഥലമാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിൽ മഴ തീരെ കുറവാണ്, പ്രത്യേകിച്ചും കൊല്ലങ്കോട്. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, എങ്കിലും മഴ എപ്പോഴും ആസ്വാദ്യകരമായതുകൊണ്ട് തന്നെ കൊല്ലങ്കോട്ടെ മഴയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്.